തമിഴ്നാട് തിരുപ്പൂർ റിതന്യ കേസാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിനകം തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ തുടർന്ന് കാണുക. എങ്കിൽ മാത്രമേ ഈ ഒരു കേസിന്റെ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. റിതന്യ മരിക്കുന്നതിന് മുൻപ് അവസാനമായി ക്ഷേത്രത്തിൽ പോയിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയ റിതന്യ തന്റെ കാറിനടുത്ത് നിന്നിരുന്നു. ഒരുപാട് സമയം നിന്ന് സംസാരിച്ചു. ആ സമയം അതുവഴി പോയ കുറെ ആളുകൾ റിതന്യെ കണ്ടിരുന്നു. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, ആ പ്രദേശത്തുണ്ടായിരുന്ന CCTV ഫുട്ടേജ്, ആ ഫുട്ടേജിലൂടെ ലഭിച്ച വിവരങ്ങൾ, റിതന്യയെ ഇത് കൂടാതെ അവസാനം കണ്ട ചില ആളുകൾ പറഞ്ഞ വിവരങ്ങൾ, ആദ്യ വീഡിയോയിൽ പറയാതെ പോയ ചില കാര്യങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ അറിയാം. അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാന വീഡിയോ നിങ്ങൾ അറിഞ്ഞതാണ്. അവളുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും അവളുടെ ഭർത്താവും എങ്ങനെയെല്ലാം അവൾക്ക് മെന്റൽ ടോർച്ചർ നൽകി, ശാരീരികമായി അവൾ എങ്ങനെയെല്ലാം പീഡിപ്പിച്ചു. ഇക്കാരണത്താൽ തന്നെ റിതന്യ അവളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വന്നിരുന്നു. അതുപോലെ ജൂൺ മാസം 22 അന്നും അവൾ സ്വന്തം വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ ഓരോ തവണയും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഭർത്താവിന്റെ വീട്ടിൽ നടന്ന ക്രൂരതകളൊക്കെ അവൾ പറഞ്ഞിരുന്നു. പ്രധാനമായും സ്ത്രീധന പീഡനത്തെക്കുറിച്ച് മാത്രമായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. ആ സമയങ്ങളിലെല്ലാം അവളുടെ മാതാപിതാക്കൾ അവളെ ആശ്വസിപ്പിച്ചു. എങ്കിലും എപ്പോഴും ദുഃഖത്തോടു കൂടിയിരിക്കുന്ന സ്വന്തം മകളുടെ മുഖം കണ്ട റിതന്യയുടെ അച്ഛനായ അണ്ണാതുരൈ, നീ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്കിത് വലിയ ബുദ്ധിമുട്ടായി മാറും. നീ എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ദുഃഖം തോന്നും. നമുക്കൊരു ലോങ് റൈഡ് പോയിട്ട് വരാം, നിനക്കും ഒരല്പം ആശ്വാസമാകുമെന്ന് പറഞ്ഞു. റിതന്യ അതിന് ശരിയെന്നും പറഞ്ഞു. അങ്ങനെ റിതന്യ, അച്ഛൻ, അമ്മ 3 പേരും കേരളത്തിലെ പാലക്കാട് വരെ ഒരു ലോങ് റൈഡ് വന്നു. അങ്ങനെ പോകുമ്പോഴും തിരികെ വരുമ്പോഴും അച്ഛനും മകളുമായിരുന്നു കാർ മാറി മാറി ഓടിച്ചത്. കൂടാതെ അവർ രണ്ടുപേരും ഈ പ്രശ്നത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാതെ പൊതുവായി ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തി. അവൾ തനിക്ക് നടന്ന ക്രൂരതകളെക്കുറിച്ചും കവിൻ തന്നെ പീഡിപ്പിക്കുകയാണ് എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്റെ മാതാപിതാക്കളെ അവൾ അറിയിച്ചിരുന്നു. എന്നാൽ വിശദമായി വ്യക്തമായി ഒന്നും അവൾ പുറത്ത് പറഞ്ഞില്ല. കാരണം എന്ത് പ്രശ്നം വന്നാലും നിന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നീ തന്നെ അത് ഫേസ് ചെയ്യണം. ഒരു പക്ഷേ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം അച്ഛനോട് നീ പറഞ്ഞാൽ മതി, ഞാനുണ്ട്, എല്ലാം നോക്കിക്കൊള്ളാം എന്നാണ് അച്ഛൻ ഇടയ്ക്കിടെ പറയാറുള്ളത്. അത് ഈ പ്രശ്നം വന്നപ്പോഴെന്നല്ല, മുൻപേ മകളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അച്ഛൻ അത് പറഞ്ഞായിരുന്നു അവളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും റിതന്യ അച്ഛനോട് പറഞ്ഞത്. ആ ലോങ് റൈഡ് തീർന്നു വരുമ്പോഴും വ്യക്തമായ ഒരു മനസ്സോടുകൂടി ഈ പ്രശ്നം എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ള ഐഡിയോട് കൂടിയായിരുന്നു റിതന്യ വന്നത്. കുറച്ചു ദിവസത്തേക്ക് ഓസ്ട്രേലിയയിൽ പോകാം, അവിടെയുള്ള തന്റെ സഹോദരനുമായി കുറച്ചു ദിവസം താമസിക്കാമെന്നൊരു തോന്നലുണ്ടായി. കൂടാതെ അവിടെ തന്നെ ഏതെങ്കിലും ഒരു ജോലിക്ക് കുറച്ചു ദിവസത്തേക്ക് പോകാമെന്നുള്ള ഒരു പദ്ധതിയും അവൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്റെ റിസ്യൂം തയ്യാറാക്കി ബ്രദറിന് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. കൂടാതെ ഈ പ്രശ്നം ഇനി ഇങ്ങനെ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിവാഹമോചനം നേടാമെന്നുള്ള ഒരു തീരുമാനത്തിലും അവൾ എത്തിയിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് 2025 ജൂൺ മാസം 27 വെള്ളിയാഴ്ച കവിന്റെ ഒരു ബന്ധുവായ നാഗരാജ് എന്നയാൾ റിതന്യെ കാണാനായി അവളുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നയാൾ, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്നോട് പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ അവൾ മടിച്ചു നിൽക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ, എന്റെ മാതാപിതാക്കളെ വെച്ചുകൊണ്ട് എനിക്കൊന്നും ഇവിടെ സംസാരിക്കാൻ കഴിയില്ല എന്നവൾ പറഞ്ഞു. ഇപ്പൊ റിതന്യയുടെ അച്ഛൻ പുറത്തേക്ക് പോയി. റിതന്യയുടെ അമ്മ ഈ നാഗരാജനെയും റിതന്യയും ഒറ്റയ്ക്കാക്കിയിട്ട് വീട്ടു ജോലികൾ ചെയ്യാനായി അടുക്കളയിലേക്ക് പോയി. ഈ വന്ന നാഗരാജ് ഏകദേശം 3 മണിക്കൂറോളം റിതന്യയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സമയത്ത് പുറത്തുപോയ റിതന്യയുടെ അച്ഛൻ വീട്ടിലേക്ക് വന്നു. ഇപ്പോ ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്ന പ്രശ്നം തന്നെയാണ്. സംസാരിച്ച് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ വീട്ടിൽ നിന്നും പോയി. എന്നാൽ അതുവരെയും വളരെ വ്യക്തമായ ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടായിരുന്ന റിതന്യ ഇയാൾ വന്ന് സംസാരിച്ചു പോയതിനു ശേഷം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായി, വളരെ അസ്വസ്ഥയായി കാണപ്പെട്ടു എന്നും പറയുന്നു. ഇതെല്ലാം റിതന്യയുടെ അമ്മ, അച്ഛൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അപ്പോൾ അവളുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരുന്നു. എന്നാൽ ഇങ്ങനെ ഇയാൾ വന്ന് മകളുടെ മനസ്സിനെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കിയല്ലോ എന്ന് ചിന്തിച്ച റിതന്യയുടെ അമ്മ അവളെ അടുത്ത് പിടിച്ചിരുത്തി. മോളെ, അയാൾ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാണ്, നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നീ ഇവിടെ നിന്നാൽ സമൂഹം നിന്നെ പുച്ഛത്തോടെ നോക്കും, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇത് വലിയ ദുഃഖമുണ്ടാക്കുമെന്ന രീതിയിൽ അയാൾ കുറെ ഉപദേശം നൽകി എന്നുള്ള കാര്യം അവൾ അമ്മയോട് പറഞ്ഞു. ഇക്കാര്യമൊക്കെയാണ് റിതന്യയുടെ ഹൃദയത്തെ വീണ്ടും കീറി മുറിക്കാനിടയാക്കിയത്. വീണ്ടും ആ വീട്ടിൽ തന്നെ ചെന്ന് ജീവിക്കണമോ എന്ന് ചിന്തിച്ച റിതന്യ ഒരു ഘട്ടത്തിൽ തന്റെ ദുഃഖം നിയന്ത്രിക്കാനാകാതെ സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയാൻ തുടങ്ങി. തനിക്ക് സംഭവിച്ച ലൈംഗിക അതിക്രമം, അസ്വാഭാവികമായ വളരെ മോശമായ
ഈ പോൺ വീഡിയോസിലൊക്കെ വരുന്ന രീതിയിൽ ഭർത്താവ് തന്നോട് പെരുമാറിയത്, ഇത് കാരണം താൻ അനുഭവിച്ച നരകയാതനയെക്കുറിച്ചും യാതൊരു മടിയും കൂടാതെ തൻ്റെ അമ്മയോട് പറയാൻ തുടങ്ങി. അതുമാത്രമല്ല, ആ സെക്സ് ടോർച്ചർ മൂലം അവളുടെ ശരീരത്തിലുണ്ടായ പാടുകളും അവൾ കാണിച്ചു കൊടുത്തു. ഒരു നിമിഷം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. റിതന്യയുടെ അമ്മ തൻ്റെ മകളെ മയിൽ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. കാരണം അവൾക്ക് ചെറിയ പ്രായം മുതലേ മയിൽപീലി വളരെ ഇഷ്ടമാണ് അവൾക്ക്. ഇങ്ങനെ വളരെ ലാളിച്ചും സ്നേഹിച്ചും വളർത്തിക്കൊണ്ടുവന്ന ഒരു പെൺകുഞ്ഞ്, മയിൽ എന്ന് വിളിച്ച് കൊഞ്ചിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിൽ എങ്ങനെയെല്ലാം നാണം കെട്ടിട്ടുണ്ട്, അവൾ എങ്ങനെയെല്ലാം വേദനിച്ചു. ഇവർ നൽകിയ പീഡനങ്ങൾ കാരണം മകളുടെ ശരീരത്തിലുണ്ടായ ആ ഒരു പരിക്കുകൾ, പാടുകൾ, ഇതെല്ലാം കണ്ട കേട്ടുകൊണ്ടിരുന്ന അമ്മയുടെ ആ ഒരു മാനസികാവസ്ഥ, ദുഃഖം, പറഞ്ഞറിയിക്കാനാകാത്തൊരു വേദന, തൻ്റെ മകൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചോ എന്നുള്ള ആ ഒരു ദേഷ്യം, ഇതൊന്നും വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാനാകില്ല. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം അടക്കാനാകാത്ത ആ ഒരു അമ്മ, വിട്ടുകള മോളെ, നിനക്ക് ഇതല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഞങ്ങൾ നോക്കിത്തരാമെന്ന് പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ഇത് തറപ്പിച്ച് പറയാനാകില്ല. പക്ഷേ റിതന്യ പറഞ്ഞത്, ഞാൻ എന്താ നായയാണോ ഒരാളെ വിട്ടിട്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ? ആ ഒരു രീതിയിൽ തൻ്റെ അമ്മയോട് പറഞ്ഞു. ദാമ്പത്യ ജീവിതത്തിൽ ഇരകളായ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾ പുനർവിവാഹം ചെയ്യുന്നത് അത്ര മോശമായ കാര്യമല്ല എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും വന്നു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള അവബോധം എല്ലാ സ്ത്രീകൾക്കും ഇല്ല എന്നുള്ളതിന് റിതന്യ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. സത്യത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരുപക്ഷെ അവളുടെ ആ ഒരു വൈകാരിക സംഘർഷത്തിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ അവൾക്ക് വിവാഹമോചനമായി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ റിതന്യയുടെ മാനസികാവസ്ഥ ഒരു പക്ഷെ അത് അംഗീകരിക്കുന്ന രീതിയിലായിരുന്നിരിക്കാം. ഇവിടെ ശരിയായൊരു കാര്യം തെറ്റായ സമയത്ത് പറഞ്ഞതുകൊണ്ടുണ്ടായ ഒരു സങ്കടമായിരുന്നു അത്. പക്ഷെ റിതന്യ മരിച്ചതിന് ശേഷം അവളുടെ ഈ ഒരു വേർപാട് താങ്ങാനാകാതിരുന്ന റിതന്യയുടെ അമ്മ ഇതിനെ ചൂണ്ടിക്കാണിച്ച് തൻ്റെ മകളെക്കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിച്ചു. പക്ഷെ അവർ ഏത് സാഹചര്യത്തിലായിരുന്നു, ഏത് അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഒന്നും മനസ്സിലാക്കാതെ ഒരു വലിയ കൂട്ടം തന്നെ റിതന്യയുടെ അച്ഛനെയും അമ്മയെയും കുറ്റമാരോപിക്കാൻ തുടങ്ങി, വഴക്ക് പറയാൻ തുടങ്ങി, പിച്ചി ചീന്താൻ തുടങ്ങി. ഇതൊക്കെ ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കുടുംബം വലിയൊരു നഷ്ടം സംഭവിച്ചു നിൽക്കുകയാണ്, താങ്ങാനാകാത്ത വേദനയിലാണ്. അത്തരം ഒരു സമയത്ത് അവർ സംസാരിക്കുന്ന ആ വാക്കുകൾ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നൊക്കെ ഇരിക്കാം. ഇങ്ങനെയുള്ള ഇമോഷണൽ സ്റ്റേജിലുള്ളവർ ഒന്നും ചിന്തിച്ചായിരിക്കില്ല സംസാരിക്കുന്നത്. എന്നാൽ അതിനു വേണ്ടി അവരിൽ ഇങ്ങനെ ദുഷ്ടത പറയുന്ന ആളുകളെക്കുറിച്ച് എന്ത് പറയണമെന്നേ അറിയില്ല. ഇപ്പോൾ റിതന്യ തനിക്ക് സംഭവിച്ച ഈ ക്രൂരതകളെക്കുറിച്ച് വെള്ളിയാഴ്ച രാത്രി തന്നെ പൂർണ്ണമായും തൻ്റെ അമ്മയോട് പറഞ്ഞു. അടുത്ത ദിവസം, അതായത് സംഭവം നടന്ന അന്നത്തെ ദിവസം, ജൂൺ മാസം 28-ാം തീയതി, മനസ്സ് ശരിയില്ല, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയി വരാം എന്ന് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യമായിരുന്നു എനിക്ക് വളരെ അസ്വസ്ഥമായി തോന്നിയത്. കാരണം മകൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. അവളെ ഒറ്റയ്ക്ക് അയക്കുന്നതിന് പകരം ആരെങ്കിലും ഒരാൾ അവളുടെ കൂടെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവളുടെ മരണം തടയാമായിരുന്നു എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടല്ലോ. ഈ പ്രശ്നം എന്നെ കൊണ്ട് ഫേസ് ചെയ്യാൻ കഴിയും എന്നവൾ പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ചുകൊണ്ടാണ് ആ മാതാപിതാക്കളും ജീവിച്ചത്. പക്ഷേ മകൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ റിതന്യയുടെ കൂടെ ആരെങ്കിലും പോയിരുന്നെങ്കിൽ അവളിന്ന് ജീവനോടിരിക്കുമായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ആശങ്ക നമുക്കിവിടെ പ്രകടിപ്പിക്കാൻ കഴിയും. പക്ഷേ ഇതിനു വേണ്ടി അവളുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നത് ഏത് രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. മകൾ ഓക്കെയാണ് എന്ന വിശ്വാസത്തിലായിരുന്നു അവളെ ഒറ്റയ്ക്ക് അയച്ചത്. സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ അവൾ ക്ഷേത്ര ദർശനം നടത്തുമായിരുന്നു. 3 ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഒരു പതിവായിരുന്നു. അങ്ങനെ എപ്പോഴത്തെയും പോലെ രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിൽ അവളുടെ കാറിൽ തന്നെ പോയി. ആദ്യം ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെയുള്ള പൂക്കടയിൽ നിന്നും പൂമാല വാങ്ങി. എന്നിട്ട് ദർശനം നടത്തി. അവിടെ നിന്ന് പ്രസാദം വാങ്ങി കഴിച്ചു. വീട്ടിലത്തേക്കും വാങ്ങി. വഴിപാടുകൾ നടത്തിയതിനു ശേഷം 11:30 അവിടെ നിന്നും ഇറങ്ങി. ഇത് ആ ക്ഷേത്രത്തിനടുത്ത് കട നടത്തുന്നവർ, ക്ഷേത്രത്തിലെ പൂജാരി എല്ലാവരും കൺഫേം ചെയ്തതാണ്. എപ്പോഴും തന്നെ അവിടെ പോകാറുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഒരു അസാധാരണത്വം, വ്യത്യസ്ത പ്രവർത്തനം ഒന്നും തന്നെ അവർ ശ്രദ്ധിച്ചില്ല. വളരെ സാധാരണ രീതിയിലായിരുന്നു അവൾ. അങ്ങനെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ നിന്നും അടുത്ത മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകാൻ തിരിച്ച അവൾ കൃത്യം 12:05 തൻ്റെ അമ്മയോട് 2 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ അവൾ പെരുമാൾ ക്ഷേത്രത്തിൽ ഉണ്ടെന്നും ഇവിടെ ആൾക്കൂട്ടം അല്പം കൂടുതലാണെന്നും 1 മണിക്കൂറിൽ ഞാൻ വീട്ടിലെത്തുമെന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട റിതന്യയുടെ അമ്മ, ശരി, നീ വരുമ്പോൾ ഒരു പാക്കറ്റ് തൈര് വാങ്ങിക്കൊണ്ടുവാ എന്നും പറഞ്ഞു. ശരിയെന്ന് റിതന്യ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഇവിടെ അപ്രതീക്ഷിതമായൊരു സംഭവം കാത്തിരിക്കുകയായിരുന്നു. റിതന്യ അവളുടെ അമ്മയോട് കള്ളം പറയുകയായിരുന്നു. അവൾ
പെരുമാൾ ക്ഷേത്രത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കോൾ ചെയ്യുമ്പോൾ സമയം 12:05. ആ സമയത്ത് അവൾ ക്ഷേത്രത്തിലുള്ളതായി പറഞ്ഞ ആ സമയത്ത് അവളുടെ കാർ അവിനാശിയിൽ നിന്നും അന്നൂറിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു. അതായത് ഇനി ഈ പെരുമാൾ ക്ഷേത്രത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ 3.5 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്യണം. ഈ CCTV ഫുട്ടേജസ് ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന് വളരെ കോളക്കം സൃഷ്ടിച്ചു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകാതെ തന്നെ ആ ക്ഷേത്രത്തിലാണ് താൻ ഉള്ളതെന്നും ആൾക്കൂട്ടം വളരെ അധികമാണെന്നും അവൾ കള്ളം പറഞ്ഞു. ഒരുപക്ഷെ ആൾക്കൂട്ടം കൂടുതലായിരുന്നിരിക്കാം, അതുകൊണ്ട് അവൾ തിരിച്ചു വന്നതായിരിക്കാം എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ അതുമല്ല. കാരണം ആ ക്ഷേത്രത്തിലേക്ക് അവൾ പോയിട്ടേ ഇല്ല എന്നുള്ളത് ആ CCTV ഫുട്ടേജസിലൂടെ വ്യക്തമായിട്ടുണ്ട്. കൂടാതെ അവളുടെ ആ കാർ നിൽക്കുന്ന സ്ഥാനം അത് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ദിശയിലേക്കായിരുന്നു. ആ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വരുന്ന ഡയറക്ഷനിലായിരുന്നില്ല. യഥാർത്ഥത്തിൽ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഒരു സമയം ഉച്ചയ്ക്ക് 12:05. ആ സമയത്ത് അവൾ ഇതിനകം തന്നെ ആ തെറ്റായ തീരുമാനം എടുത്തിരുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ 11:30 മുതൽ 12:45 സായൂറിലേക്ക് പോയി അവൾ വിഷമരുന്ന് വാങ്ങിക്കൊണ്ട് വന്നത്. കാരണം അവളുടെ വീട്ടിൽ അങ്ങനെയുള്ള മരുന്നുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വീട്ടിൽ നിന്നും കൊണ്ടുവരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. മാത്രമല്ല അടുത്ത 15 മിനിറ്റിനുള്ളിലാണ് അവൾ അച്ഛന് 8 വോയിസ് മെസ്സേജ് അയച്ചത്. അതിൽ അവസാന വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ തീരുമാനത്തിൽ അവൾ വരാനുള്ള കാരണവും ആ വോയിസ് മെസ്സേജിൽ അവൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇതിനകം ആ ഒരു തെറ്റായ തീരുമാനമെടുത്ത പെൺകുട്ടി എങ്ങനെയാണ് മനസ്സ് കല്ലാക്കി അവസാനം തൻ്റെ അമ്മയോട് സംസാരിച്ചത്? ആ സമയം യാതൊരു ദുഃഖവും പ്രകടിപ്പിക്കാതെ തൈര് പാക്കറ്റ് ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പോലും വളരെ നോർമലായി പറഞ്ഞു. അമ്മയെ വിശ്വസിപ്പിച്ചു. വല്ലാത്തൊരു അത്ഭുതം തന്നെ. 12:05 അവളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ ഋതന്യയുടെ കാർ റോഡരികിൽ നിൽക്കുകയായിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് 11:45 മുതൽ 12:30 വരെയും ആ കാർ നിന്നത്. അവൾ അവിടെ നിന്ന് ഒരുപാട് സമയം കരഞ്ഞുകൊണ്ട് ഫോണിൽ ആരോടൊക്കെയോ സംസാരിച്ചു കൊണ്ട് നിന്നു എന്നുള്ള കാര്യവും ആ പ്രദേശത്തെ ജനങ്ങൾ സ്ഥിരീകരിച്ചു. 12 മണിക്ക് മുൻപ് വരെയും അവളുടെ അച്ഛൻ, അമ്മ, സഹോദരൻ ആരോടും ഋതന്യ സംസാരിച്ചിട്ടില്ല. അതുപോലെ 12:05 ശേഷവും അവൾ ആരോടും സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 11:30 മുതൽ 12 മണിക്കുള്ളിൽ അവളോട് സംസാരിച്ചത് ആരാണ്? ആ വന്ന കോളാണ് അവൾ ആ തെറ്റായ തീരുമാനമെടുക്കാൻ കാരണമായിരുന്നത്. ഇത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. എന്നാൽ ഋതന്യ വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴും ഋതന്യയുടെ മനസ്സിൽ അങ്ങനെ തെറ്റായ തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് നമുക്ക് തറപ്പിച്ച് പറയാനും സാധിക്കും. കാരണം ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുകയും പ്രസാദം വീട്ടിലെത്തേക്കും അവൾ വാങ്ങിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇടയിലുള്ള സമയത്ത് വന്ന ഒരു ഫോൺ കോൾ ആയിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം അവളുടെ ആ തെറ്റായ തീരുമാനത്തിനും കാരണം. ഋതന്യ കവിൻ തനിക്ക് നൽകുന്ന ഈ പീഡനങ്ങളെക്കുറിച്ച് തുടക്കത്തിൽ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞില്ല, മറച്ചുവെച്ചു. എന്നാൽ തന്റെ അമ്മായിയമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഇതിന് ഋതന്യയുടെ അമ്മായിയമ്മ അവളോട് സോറി പറഞ്ഞു. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞതായും ഒരു വിവരമുണ്ട്. അതേസമയം ഋതന്യയുടെ അമ്മായിയച്ഛൻ തന്റെ മകനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചുവെന്നും അവനും തന്റെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ഷെയർ ചെയ്തതായും വിവരങ്ങൾ വന്നിട്ടുണ്ട്. മകൻ തന്റെ ലൈംഗിക ആഗ്രഹങ്ങൾ അച്ഛനോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഇതെല്ലാം കേട്ടതിന് ശേഷം അവന്റെ അച്ഛൻ തന്റെ മരുമകളെ വിളിച്ച് തൊട്ടടുത്തിരുത്തിയിട്ട്, അവൻ നിന്നോട് കിടപ്പുമുറിയിൽ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്, നീ അത് നിറവേറ്റി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? വളരെ അറപ്പുളവാക്കുന്ന ഈ ഒരു ഉപദേശം ഒറ്റ വാക്കിൽ നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. രാവിലെ 8 മണിക്ക് ഋതന്യെ വിളിച്ചിരുത്തി വൈകുന്നേരം 3 മണിവരെയും നീ അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെയൊക്കെ ഒരു അമ്മായിയച്ഛൻ തൻ്റെ മരുമകളോട് പറഞ്ഞു എന്നുള്ളൊരു വിവരമാണ് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്നത്. ഇത് ഋതന്യയുടെ മാതാപിതാക്കൾ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. എന്തായാലും ഈ ഒരു സംഭവത്തിന് പുറകിലുള്ള വീണ്ടും കുറേയേറെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണം വളരെ ഗൗരവമായി തന്നെ നടക്കുന്നുണ്ട്. അവളുടെ മരണകാരണം, ആ ഇടയ്ക്ക് വന്ന ഫോൺ കോൾ, സത്യത്തിൽ ഇതിന് പുറകിൽ ആരും അറിയാതെ ഒളിച്ചിരിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? അവളുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണക്കാർ ഒരാളാണോ പലരാണോ? എല്ലാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ ചാനലിലൂടെ അറിയാം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.